നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗിരിയേട്ടൻ ശബരിമലയ്ക്ക് പോകുന്നുണ്ടോ? തീരുമാനിച്ചില്ല. ഇതിലിത്ര ആലോചിക്കാൻ എന്താ ഉള്ളത്? ഇതൊക്കെ ഭാനുമതിയമ്മ ഇറക്കുന്ന ഓരോ നമ്പരാ. ഏലസിന്റെയും വ്രതത്തിന്റെയും കഥയും പറഞ്ഞ് അവർ ഇത്രയും കാലം നിങ്ങളെ അകറ്റി നിർത്തി. ആ നാടകം പൊളിഞ്ഞപ്പോ പുതിയ നാടകമായിട്ട് വന്നിരിക്കുന്നു ശബരിമല. ഇത് ഗിരിയേട്ടനെയും ചേച്ചിയും തമ്മിൽ അകറ്റാനുള്ള പരിപാടിയാണെന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും. എനിക്ക് സാമാന്യ ബോധമില്ലെന്നാണോ നീ പറയുന്നത്? എന്നിട്ടെന്താ ഗിരിയേട്ടൻ അവിടെ വെച്ച് എന്നെ പോകുന്നില്ല എന്ന് പറയുന്നത്? വെറുതെ അച്ഛന്റെ പേരും പറഞ്ഞ് ഗിരിയേട്ടനെ അവര് സെന്റിമെന്റൽ ആക്കുക. കഴിഞ്ഞ തവണ അച്ഛൻ സ്വപ്നത്തിൽ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഭാനുമതിയമ്മ നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചത്. മരിച്ചുപോയ ഭർത്താവിന്റെ പേരുപയോഗിച്ച് മകനെ പറ്റിക്കാൻ പോലും മടിയില്ലാത്തൊരു അമ്മ അവര്. മതി, നിർത്ത്. കുറെ ആയല്ലോ നീ സംസാരിക്കുന്നതേ എന്റെ അമ്മയെ കുറിച്ച്. അത് മറക്കരുത്. ആരുടെ അമ്മയാണെങ്കിലും തെറ്റ് ചെയ്ത തെറ്റ് തന്നെയാ. ആ തെറ്റ് ചെയ്തതിന് അവര് ശിക്ഷിക്കണ്ടേ? അവര് ചെയ്തതിനെ കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കെങ്കിലും വേണ്ടേ? ഗിരിയേട്ടൻ അത് ചെയ്യുന്നില്ല എന്ന് മാത്രല്ല, ഇപ്പോഴും അമ്മ പറയുന്നതും കേട്ട് നടക്കുക. ശരി, അമ്മയ്ക്ക് ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെ ഒരു വിഷയമല്ല. ഞാൻ എല്ലാ കൊല്ലവും ശബരിമലയ്ക്ക് പോവാറുള്ളതാ. ഇതുവരെ അത് മുടക്കാത്തതുകൊണ്ട് ഇത്തവണയും ഞാൻ പോകുന്ന അമ്മ കരുതി കാണും. അത്രേ ഉള്ളൂ. നീ ഇങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. അമ്മ ചെയ്യുന്നതിനെല്ലാം ഗിരിയേട്ടന്റെ കയ്യിൽ ഒരു ന്യായീകരണം ഉണ്ടാവും. കാളീശ്വരയുടെ കൂടെ അമ്മ ചെയ്യാൻ നോക്കിയത് എന്താണെന്ന് കണ്ടിട്ടും ഗിരിയേട്ടൻ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചേച്ചി ഒരു പാവമായതുകൊണ്ട് കുറെയൊക്കെ ക്ഷമിച്ച് കൂടെ നിന്നൂന്ന് വരും. പക്ഷെ എല്ലാവരുടെയും ക്ഷമിക്കൊരു പരിധിയുണ്ട്. ഇനിയും തെറ്റുകളിൽ നിന്നും പഠിക്കാതെ അത് ആവർത്തിക്കാനാ ഗിരിയേട്ടന്റെ ഉദ്ദേശമെങ്കിൽ ദൈവത്തിന് പോലും ഈ ബന്ധത്തെ രക്ഷിക്കാൻ കഴിയില്ല. ഇനിയെങ്കിലും കണ്ണു തുറന്ന് സത്യം എന്താണെന്ന് മനസ്സിലാക്കണം. ഭാനുമതിയമ്മയുടെ താളത്തിനൊത്ത് തുള്ളുന്ന കളിപ്പാവേട്ടി ഗിരിയേട്ടൻ മാറരുത്. സ്വപ്നെ, കുറച്ചുകൂടെ എടുത്ത് കഴിക്കേ. വേണ്ടമ്മേ, ഒരു മീൻ വറുത്തതുകൂടി എടുത്ത് കഴിക്കേ. എനിക്ക് മതിയമ്മേ, വയറ് ഫുള്ളായി. ആ മോനെ, വാ ഇരിക്കേ. മോളെ നീയും ഇരിക്കേ. വേണ്ടമ്മേ, ഞാൻ പിന്നെ കഴിച്ചോളാം. നിനക്ക് ഇഷ്ടപ്പെട്ട മീൻ പൊരിച്ചതുണ്ട്. ഇനി മുതൽ വ്രതം എടുക്കാനുള്ളതല്ലേ, അതുകൊണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പോകുന്നതിനെ പറ്റി ആലോചിക്കാന്നല്ലേ പറഞ്ഞത്? നീ എത്ര ആലോചിച്ചാലും പോവാൻ തന്നെ തീരുമാനിക്കുമെന്ന് എനിക്കറിയില്ലേ. അങ്ങനെ ഉറപ്പിക്കുകയൊന്നും വേണ്ട. ഞാൻ ഈ കൊല്ലം പോവാതിരുന്നാലോ എന്ന് ആലോചിക്കുന്നത്. അതെന്താ ഇത്ര വർഷങ്ങളായിട്ട് നിനക്കുണ്ടാവാത്തൊരു ആലോചന ഇപ്പൊ ഉണ്ടാവാൻ കാരണം? അതിനെന്താ സംശയം? മഞ്ജു പോണ്ടെന്ന് പറഞ്ഞു കാണും. അയ്യോ, ഗിരിയേട്ടൻ ഇങ്ങനൊരു തീരുമാനം എടുത്തതിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. ഹോ, എന്തൊരു അഭിനയം! ഇത് കണ്ടിട്ട് നിങ്ങൾ തമ്മിൽ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കണമായിരിക്കും. നിന്നെ വിശ്വസിപ്പിക്കേണ്ട ആവശ്യം എന്റെ ചേച്ചിക്കില്ല. നീ കൊറേ ആയി കിടന്ന് ഡയലോഗ് അടിക്കുക. ഇത് ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നമാ. അതിലിടപെടാൻ നീ ആരാ? നിനക്ക് നിന്റെ ചേട്ടന്റെ കാര്യത്തിൽ ഇടപെടാമെങ്കിൽ എനിക്ക് എന്റെ ചേച്ചിയുടെ കാര്യത്തിലും ഇടപെടാം. മതി, നിർത്ത്. എനിക്ക് ഇതിനെ പറ്റി ഒന്ന് ആലോചിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് കേട്ടപ്പോഴേക്കും നിങ്ങൾക്കൊക്കെ എന്താ ഇത്ര വിഷമം? എന്റെ കാര്യത്തിനെ കുറിച്ച് എനിക്ക് തീരുമാനം എടുക്കാൻ പാടില്ലേ?
എനിക്ക് വേണ്ടി നിങ്ങൾ ആരും തീരുമാനം എടുക്കണ്ട. എനിക്ക് പോണോന്ന് തോന്നിയാൽ ഞാൻ പോവും, ഇല്ലെങ്കിൽ ഇല്ല. അത്രേ ഉള്ളൂ. അതിന് വെറുതെ ഇവളെ കുറ്റം പറയണ്ട. ഇതിങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവില്ല. അച്ഛൻ മരിച്ചതിന് ശേഷം ഒരിക്കൽ പോലും നീ ശബരിമലയ്ക്ക് പോകുന്നത് മുടക്കിയിട്ടില്ല. ആ നിനക്ക് അച്ഛന്റെ ഓർമ്മകളിലൂടെ വീണ്ടും സഞ്ചരിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണിത്. നിന്റെ ഈ തീരുമാനം ആരുടെ ഉപദേശം കേട്ടിട്ടാണ് എടുത്തതെന്ന് എനിക്കറിയില്ല. എന്നാലും നീ ഒന്നുകൂടി അതിനെക്കുറിച്ച് ആലോചിക്കണം. ഇത് നിന്റെ അമ്മയുടെ ഒരപേക്ഷയെ കണ്ടാൽ മാത്രം മതി. മക്കള് തോളിന് മീതെ വളർന്നാൽ പിന്നെ അവരെ കൂട്ടുകാരായി കാണണമെന്ന് മുതിർന്നവർ പറയും. അതിതുകൊണ്ടായിരിക്കും. മോനെ, അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കല്ലേ. കളിക്ക് ഗിരിയേട്ടാ, ഇത് തന്നെയാ നല്ലൊരു നിലപാട്. നിന്റെ അംഗീകാരം കിട്ടാൻ വേണ്ടി ഒന്നല്ല ഞാൻ ഇങ്ങനെ ചെയ്തത്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് വഴക്ക് കൂടാൻ നടന്നോളൂ. ഇപ്പോഴും ഞാനെടുത്ത തീരുമാനം ശരിയാണോന്ന് എനിക്കറിയില്ല. നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഇതൊക്കെ ഇവരുടെ സ്ഥിരം പരിപാടിയല്ലേ. അമ്മ എന്നെ വിശ്വസിച്ച് വന്നതായിരുന്നു. ഇപ്പൊ വീണ്ടും അമ്മയുടെ മുമ്പില് ഞാൻ തെറ്റുകാരിയായി. അമ്മയുടെ അഭിപ്രായം ഒന്നും നീ കാര്യമാക്കണ്ട. എന്താ ഗിരേട്ടായി പറയുന്നത്? അമ്മയുടെ വിശ്വാസം നേടാനല്ലേ ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. ഗിരിയേട്ടനും അമ്മ എന്നെ അംഗീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? നമ്മൾ ആഗ്രഹിക്കുന്നെല്ലാം നടന്നിട്ട് സന്തോഷത്തോടെ ജീവിക്കാന്ന് നീ കരുതുന്നുണ്ടോ? അമ്മ നിന്നെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നീ എന്റെ ഭാര്യയല്ലേ. ഇങ്ങനെ അമ്മയുടെ മനസ്സ് മാറുന്നതനുസരിച്ച് നിന്നോട് മാറി മാറി പെരുമാറാൻ എനിക്ക് പറ്റില്ല. അല്ലെങ്കിലും അവര് പറയുന്നത് കേട്ട് നമ്മൾ കുറെ ആയില്ലേ തുള്ളാൻ തുടങ്ങിയിട്ട്. പൂജ, വ്രതം, ഏലസ് എന്തൊക്കെയായിരുന്നു. നമ്മളെ പറ്റിക്കാനായി തന്നെ അവര് കളിച്ച നാടകമായിരുന്നില്ല ഇതെല്ലാം. ഒന്നും ഞാൻ മറന്നിട്ടില്ല. അതൊക്കെ കുഞ്ഞാറ്റയുടെ പരിപാടിയായിരുന്നില്ലേ? അമ്മ തെറ്റൊന്നും ചെയ്തില്ലല്ലോ ഗിരിയേട്ടാ.